നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. 2 ദിവസത്തെ കൺസോളിഡേഷന് ശേഷം ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഒരു ഹ്യൂജ് റാലി കാണുവാനായി സാധിച്ചു. ഹെവി വെയ്റ്റ് സ്റ്റോക്സ് ആയ റിലയൻസ് ഇൻഡസ്ട്രീസ്, ICICI ബാങ്ക്, HDFC ബാങ്ക്, സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ, IT ആൻഡ് ബാങ്ക് ഇവയുടെയൊക്കെ ഹെവി റാലി മൂലമാണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഉയർന്ന ലെവലിൽ ക്ലോസ് ചെയ്യാനായി സാധിച്ചത്. മാത്രമല്ല ഇന്നലത്തെ FIIസിന്റെ ബൈയിങ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 3 ആഴ്ചയ്ക്ക് ശേഷമാണ് വലിയൊരു എമൗണ്ടിന്, അതായത് 5392.94 കോടി രൂപയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ ബൈ നടത്തി. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1668.47 കോടി രൂപയുടെ സെൽ നടത്തുക ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്നലെ 1.97% ഇടിഞ്ഞ് 16.89 നിലനിൽക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ മുകളിലേക്ക് 25,200, 25,300 ലെവലുകൾ നമ്മൾ കീനായി വാച്ച് ചെയ്യേണ്ടതാണ്. അവിടം നിഫ്റ്റി ക്രോസ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ദിനങ്ങളിൽ 25,500, 25,700 റേഞ്ചുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായി വരും. നിഫ്റ്റി അഥവാ ഇടിയുകയാണെങ്കിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക 24,860, അതായത് 2024 ഡിസംബറിലെ സിം ഹൈ. അവിടെയും നിന്നും താഴേക്ക് ഇടുകയാണെങ്കിൽ 24,500 ലെവൽ ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചേക്കാം. പക്ഷേ ഈ ലെവലുകളൊക്കെ നമുക്ക് ടെക്നിക്കൽ വെച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഹ്യൂജ് പോസിറ്റീവ് മാർക്കറ്റിന് നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതൊക്കെ ജസ്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവയൊന്നും ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു പരിധിക്ക് അപ്പുറം സാധിക്കുകയില്ല. നിഫ്റ്റി 50 ഒരു സ്ട്രോങ് ബുള്ളിഷ് കാൻഡലിസ്റ്റിക് പാറ്റേൺ ആണ് ഇന്നലത്തെ മൂവ് വഴി ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ജസ്റ്റ് ഗ്ലോബൽ മാർക്കറ്റ് ചെക്ക് ചെയ്യാം. US മാർക്കറ്റ് ഇന്നലെ മിക്സ്ഡ് ആയ രീതിയിലാണ് ക്ലോസ് നടത്തിയിരിക്കുന്നത്. ബട്ട് ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ്. ഏഷ്യൻ മാർക്കറ്റ്സ് ഒട്ടുമിക്കതും ഇപ്പോൾ ഒരു മിക്സ്ഡ് സെന്റിമെന്റ്സിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ പ്രൈസ് ഇന്നലെ ചെറിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. ഡോളറും ഇന്നലെ ട്രേഡിംഗിൽ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യൻ റുപ്പിയും ഇന്നലെ ചെറിയൊരു ഇടിവ് രേഖപ്പെടുത്തി. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. 197 കമ്മ്യൂണിക്കേഷൻ അഥവാ പേടിഎം ഗോൾഡ്മാൻ സ്നാച്ചേഴ്സ് ഇന്നലെ 3.5 ലക്ഷം ഷെയറുകൾ വിറ്റൊഴിഞ്ഞു ത്രൂ ബൾക്ക് ഡീൽ. ഇന്റഗ്രിറ്റി ഇൻഫ്രാബിൽഡ് ഡെവലപ്പേഴ്സ് കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ 2.11 മടങ്ങ് ഇരട്ടി വർധനവ് രേഖപ്പെടുത്തി. കമ്പനി NSEയിൽ മെയ് 20 ലിസ്റ്റ് ചെയ്യും. ഭാരതി എയർടെൽ CNBC TVയുടെ റിപ്പോർട്ടിംഗ് പ്രകാരം സിഗ്നറ്റൽ, അതായത് സിംഗപ്പൂരിലെ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ്. അവർ $1 ബില്യൺ വർത്ത്, അതായത് 4.76 കോടി ഷെയറുകൾ കമ്പനിയിൽ നിന്നും വിറ്റൊഴിയുന്നതായി ഒരു വാർത്ത വരുന്നുണ്ട്. ഫ്ലോർ പ്രൈസ് 1,800 രൂപ പെർ ഷെയറിലാണ് സെറ്റ് ചെയ്യിക്കുന്നത്. അപ്പെക്സ് ഫ്രോസൺ ഫുഡ്സ്, ആവന്തി ഫീഡ്സ് രണ്ട് ഷെയറുകളിലും ഇന്നലെ ചെറിയൊരു റാലി കാണുവാനായി സാധിച്ചു, 2% മുതൽ 5% വരെ. കാരണം ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി
അതായത് സീ ഫുഡ് എക്സ്പോർട്ടിനെ ബൂസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. തൽഫലമായാണ് ഇന്നലെ ചെറിയൊരു റാലി നമുക്ക് കാണുവാനായി സാധിച്ചത്. ആസ്ട്ര മൈക്രോ കമ്പനി ഇന്നലെ 10% സ്റ്റോക്ക് പ്രൈസിൽ വർധനം രേഖപ്പെടുത്തി. കാരണം കമ്പനി ഫണ്ട് റൈസിംഗിലേക്ക് കടക്കുവാണെന്നൊരു വാർത്ത വന്നതിനെ തുടർന്നാണ് ഇന്നലെ ഇത് സംഭവിച്ചത്. ഇൻഡസ് ബാങ്ക് ഇന്നലെ ബാങ്ക് വെളിപ്പെടുത്തി 674 കോടി രൂപയുടെ എറർ മൈക്രോ ഫിനാൻസ് ബുക്കിൽ ഉണ്ടെന്ന് കമ്പനി തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. ITC ഹോട്ടൽ കമ്പനിയുടെ Q4 റിസൾട്ടിൽ റവന്യൂ 17% വർദ്ധിച്ച് 1061 കോടി രൂപ രേഖപ്പെടുത്തുകയുണ്ടായി. കമ്പനിയുടെ ലാഭം 40% ഉയർന്ന് 258 കോടി രൂപയായി വർദ്ധിച്ചു. കമ്പനിയുടെ റവന്യൂ 3500 കോടി രൂപയായി നിലനിന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കമ്പനിയുടെ പ്രോഫിറ്റ് 19% വർദ്ധിച്ച് 342 കോടി രൂപയായി വളർന്നു. കമ്പനി 40 പൈസ പെർ ഷെയർ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. വോഡഫോൺ ഐഡിയ കമ്പനി സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ്. 30,000 കോടി രൂപയുടെ AGR ഡ്യൂസ് വേവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കോടതിയുടെ ഹിയറിംഗ് മെയ് 19 സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർത്ത കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ട്രേഡിംഗ് ദിനം ഏവർക്കും ആശംസിച്ചുകൊള്ളുന്നു.